Thank you very much for coming here to listen to me. The main point in this election is that BJP and RSS are trying to destroy the constitution. And the constitution. Police people like using horn in Kerala all the time. Even when there is no need for horn, they like to use it. Anyway, so the main issue is the Constitution of India and the rights it gives the people of India. The Constitution guarantees every single Indian citizen the same rights, regardless of the religion they practice, the language they speak, where they come from, whether they are male or female. അവരേത് ഭാഷ സംസാരിക്കുന്നവരായാലും അവർ പുരുഷന്മാരാണെങ്കിലും അവർ സ്ത്രീകളാണെങ്കിലും ഇതിനെല്ലാം ഉപരിയായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നമ്മുടെ ഭരണഘടന തുല്യാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. And this is what the BJP and RSS are trying to destroy. ഇതിനെയാണ് ഈ രാജ്യത്തെ ബിജെപിയും ആർഎസ്എസും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ്. The Prime Minister says one language, one nation, one leader. ഒരു ഭാഷ, ഒരു ദേശം, ഒരു നേതാവ് എന്നാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പറയുന്നത്. How can there be one language in India? എങ്ങനെയാണ് ഭാരതത്തിൽ ഒരു ഭാഷ മാത്രം ഉണ്ടാകാൻ സാധിക്കുന്നത്? In Kerala there is Malayalam. കേരളത്തിൽ മലയാളമുണ്ട്. Tamil Nadu there is Tamil. തമിഴ്നാട്ടിൽ തമിഴ് ഭാഷയുണ്ട്. Bengal there is Bengali. ബംഗാളിൽ ബംഗാളി ഭാഷയുണ്ട്. So how can there be only one language? എങ്ങനെയാണ് ഇന്ത്യയിൽ ഒറ്റ ഭാഷ മാത്രമായി നമുക്ക് സാധിക്കുക? There are multiple languages. Every language represents the tradition, the history, the culture of the people who speak it. ഇവിടെ ധാരാളം വ്യത്യസ്ത ഭാഷകളുണ്ട്. ഓരോ ഭാഷയെ പ്രതിനിധാനം ചെയ്യുന്നത് അത് സംസാരിക്കുന്ന ആളുകളുടെ സംസ്കാരമാണ്, അവരുടെ പാരമ്പര്യമാണ്, അവരുടെ ചരിത്രമാണ്. And what does he mean, one leader? ഒരു നേതാവ് എന്ന് പറയുന്നതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി There's a leader in every field in India. ഈ രാജ്യത്തെ എല്ലാ മേഖലകളിലും ഇവിടെ നേതാക്കളുണ്ട്. Every cricket team has a leader. എല്ലാ ക്രിക്കറ്റ് ടീമുകൾക്കും നേതാവുണ്ട്. Every single town has a leader. Every panchayat has a leader. What does the Prime Minister mean, one leader? ഒരു ലീഡർ എന്ന് പറയുമ്പോൾ, ഒരു നേതാവ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്? എല്ലാ ടൗണിലും നേതാക്കളുണ്ട്, എല്ലാ പഞ്ചായത്തിലും നേതാക്കളുണ്ട്. India is a diverse country. ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ്. And our diversity is our strength. നമ്മുടെ ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ വൈവിധ്യമാണ്. All our languages are our strength. All our religions are our strength. All our histories are our strength. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭാഷകളും നമ്മുടെ കരുത്താണ്. നമ്മുടെ എല്ലാ മതങ്ങളും നമ്മുടെ കരുത്താണ്. നമ്മുടെ വിവിധ ചരിത്രങ്ങളും ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്താണ്. And if you look at the BJP's manifesto, it's like a completely empty document. നിങ്ങൾ ബിജെപിയുടെ പ്രകടന പത്രിക കാണുകയാണെങ്കിൽ പൂർണ്ണമായും പൊള്ളയായ ഒരു രേഖ പോലെയാണ് അത് കാണപ്പെടുന്നത്. There's nothing in it. അതിനകത്ത് ബിജെപിയുടെ പ്രകടന പത്രികയ്ക്കകത്ത് ഒന്നുമില്ല. The only thing that the BJP is preaching, that one Indian should hate another Indian. ഇവിടെ പറയുന്നത്, ബിജെപി പറയുന്ന ഒറ്റ കാര്യം, ഇന്ത്യക്കാരനായ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വെറുക്കണമെന്നാണ് ഇവിടെ ബിജെപി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. And you look at our manifesto, it is the voice of India's people. പക്ഷേ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക നോക്കൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ശബ്ദമാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദമാണ്. We are talking about giving every single poor Indian woman 1 lakh rupees in her bank account. ഇന്ത്യയിലെ ദരിദ്രരായ കുടുംബത്തിലെ ഓരോ സ്ത്രീക്കും 1 ലക്ഷം രൂപ വർഷം തോറും അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ. We are talking about giving a right of apprenticeship to every single Indian graduate. ഇന്ത്യയിലെ നിയമ ബിരുദധാരിയായ ഓരോ വ്യക്തിക്കും തൊഴിൽ പരിശീലനം അവകാശമാക്കുന്ന ഒരു നിയമം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. We are committing to giving all our farmers a minimum support price that is legally guaranteed. നമ്മുടെ നാട്ടിലെ എല്ലാ കർഷകർക്കും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുറഞ്ഞ താങ്ങുവില ഉറപ്പു നൽകുകയും ചെയ്യുന്ന
We are going to forgive our farmers their bank loans like Mr. Narendra Modi has done for the richest people in the country. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ അതിസമ്പന്നരായ ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളിയതുപോലെ ഇന്ത്യയിലെ എല്ലാ കർഷകരുടെയും കാർഷിക കടങ്ങൾ ഞങ്ങൾ എഴുതി തള്ളാൻ പോവുകയാണ്. We are going to give you a simple GST with only one tax bracket and a minimum tax. നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു GST ഞങ്ങൾ നൽകാൻ പോവുകയാണ്. We are going to scrap the Agniveer scheme. അഗ്നിവീർ പദ്ധതി, ആർമിയിൽ നിയമനം നടത്തുന്ന അഗ്നിപഥ് പദ്ധതി ഞങ്ങൾ റദ്ദാക്കാൻ പോവുകയാണ്. Which is an insult to every single Indian soldier. ഇന്ത്യൻ അഗ്നിവീർ പദ്ധതി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ ഇന്ത്യൻ ഭടന്മാർക്കും ഒരു അപമാനമാണ്. ആ പദ്ധതി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റദ്ദാക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. And by the way, the army did not ask for Agniveer. The Prime Minister's office decided on Agniveer. നിങ്ങൾക്കറിയുമോ, ഇന്ത്യൻ ആർമി പറഞ്ഞില്ല ഞങ്ങൾക്ക് അഗ്നിപഥ് പദ്ധതി വേണമെന്ന്. അഗ്നിപഥ് പദ്ധതി ഇവിടെ വേണമെന്ന് തീരുമാനിച്ചത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. The ambulance. Ambulance has to go. I asked them to move. മാറിക്കൊടുക്കണേ, ആംബുലൻസ് വന്നിട്ടില്ല. This is part of our നമ്മുടെ team. Rahulji, this is part of our team. No. Yes, it's okay. It's okay. And then, I look at the BJP's manifesto. We are doing something for women, something for unemployment. We are doing women's reservation. We are doing a new GST. And then I looked at the BJP's manifesto. ഞാൻ BJPയുടെയും കോൺഗ്രസിന്റെയും മാനിഫെസ്റ്റോ പ്രകടന പത്രികകൾ നോക്കായിരുന്നു. നമ്മൾ യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ ലളിതമായ ഒരു GST കൊണ്ടുവരുമെന്ന് പറയുന്നു. നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി പദ്ധതികൾ ചെയ്യുന്നു. നമ്മൾ അതുപോലെ തൊഴിലില്ലായ്മയെ നേരിടാൻ പദ്ധതികൾ ചെയ്യുന്നു. Their central points are they are going to bring the Olympics to India and they are going to send a person to the moon. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക നോക്കിയ ശേഷം BJPയുടെ പ്രകടന പത്രികയിലേക്ക് നോക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? ഇന്ത്യയിലെ ഒളിമ്പിക്സ്, BJPയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? ഒളിമ്പിക്സ് ഇന്ത്യയിൽ കൊണ്ടുവരും, ഒന്നാമത്തെ പ്രധാന കാര്യം. രണ്ടാമത്തെ പ്രധാന കാര്യം, ഞങ്ങൾ ചന്ദ്രനിലേക്ക് ഒരാളെ വിടും. രണ്ടാമത്തെ പ്രധാന കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾ ചന്ദ്രനിലേക്ക് ഒരാളെ വിടും. ഇത് രണ്ടുമാണ് അവരുടെ. Olympics are going to be not now, after 10-15 years. ഒളിമ്പിക്സ് ഇപ്പോഴൊന്നും അല്ല, 10-15 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. And the rocket is going to be made by ISRO, that was developed, supported by Congress Party. അത് മാത്രമല്ല, BJP ഗവൺമെന്റ് ചന്ദ്രനിലേക്ക് ആളെ വിടാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഇസ്രോ ഉണ്ടാക്കിയതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച് വളർത്തിയെടുത്ത ഇസ്രോ ഉണ്ടാക്കുന്ന റോക്കറ്റ് കൊണ്ടാണ് അവർ ചന്ദ്രനിലേക്ക് ആളെ വിടാൻ പോകുന്നത്. But when you look at the media, you will see Mr. Modi 24 hours on the media. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങളിലേക്ക് നോക്കി ആരെയാണ് കാണാൻ പറ്റുന്നത്? 24 മണിക്കൂറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ കാണാൻ പറ്റും. Sometimes you'll see him under the water. ചിലപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ എവിടെയാ കാണുന്നത്? വെള്ളത്തിനടിയിൽ, കടലിന്റെ അടിയിൽ. Sometimes when people are dying of COVID, you will hear him saying thali bajao. ആളുകളെ കോവിഡ് കാലത്ത് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞതാ കേട്ടിട്ടുള്ളത്? കൈ കൊട്ടിക്കോളാൻ പറഞ്ഞതാണ് കേട്ടിട്ടുള്ളത്. If a normal man during COVID stands on the street and says thali bajao, they will beat him up and put him inside jail. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു സാധാരണ മനുഷ്യൻ കോവിഡ് സമയത്ത് റോഡുകളിൽ നിന്ന് പറയുകയാണ് കൈ കൊട്ടിക്കോളി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടിച്ചു വാങ്ങിച്ച ആളിനെ കൊണ്ട് ജയിലിടുകയല്ലേ മനുഷ്യർ സാധാരണ ചെയ്യുക. But if the Prime Minister of India says it, then the media will say, wow, what a smart Prime Minister we have. പക്ഷെ പ്രധാനമന്ത്രി കോവിഡ് കാലത്ത് നമ്മളോട് എല്ലാവരോടും കൈ കൊട്ടിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ത് പറഞ്ഞു? വാവ്, എന്തൊരു മിടുക്കനായ പ്രതിഭാശാലിയായ പ്രധാനമന്ത്രി എന്നല്ലേ പറഞ്ഞത്. That is the situation. ഈ രാജ്യത്തെ സാഹചര്യം അതാണ്. They don't raise anything about farmers, nothing about laborers, nothing about unemployment, nothing about price rise. നമ്മുടെ മാധ്യമങ്ങളെ കർഷകരെ കുറിച്ചൊന്നും പറയുന്നില്ല, തൊഴിലാളികളെ കുറിച്ചൊന്നും പറയുന്നില്ല, വിലക്കയറ്റത്തെ കുറിച്ച് പറയുന്നില്ല, തൊഴിലില്ലായ്മയെ കുറിച്ച്, ഇതിനെ കുറിച്ച് ഒന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല. But the real issues are unemployment, price rise, status of women. These are the real issues. നിങ്ങൾക്കറിയാം ഈ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന്? തൊഴിലില്ലായ്മ, വിലക്കയറ്റം, നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ, ഇതൊക്കെയാണ് ഈ രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ. I would recommend that you look at our manifesto. ഞാൻ നിങ്ങളോടൊക്കെ ശുപാർശ ചെയ്യുകയാണ്, നിങ്ങളൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. It is truly a document
created by the people of India. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മനുഷ്യരുണ്ടാക്കിയ പ്രകടന പത്രികയാണ്. And finally, I'd like to conclude by saying that I consider all the people of Wayanad to be like my family. ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വയനാട്ടിലെ എല്ലാ ജനങ്ങളെയും, നിങ്ങൾ ഓരോരുത്തരെയും, ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഞാൻ എൻ്റെ വീട്ടിലെ അംഗത്തെ പോലെ, കുടുംബത്തെ പോലെ കാണുന്നു. Whenever I come here, you make me feel like I've come home. ഞാൻ എപ്പോ ഇവിടെ വന്നാലും, ഞാൻ എപ്പോ വയനാട്ടിൽ വന്നാലും നിങ്ങൾ എന്നെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന ഒരു തോന്നലാണ് നിങ്ങൾ എനിക്ക് നൽകുന്നത്. Thank you very much. നന്ദി, വളരെയധികം നന്ദി.